മറ്റൊരു ഇൻകം ടാക്സ് ഫയലിംഗ് സീസൺ ദാ എത്തിയിരിക്കുന്നു. ഈ വർഷം 2025 15 സെപ്റ്റംബർ ആണ് ITR ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അങ്ങനെയിരിക്കെ പലർക്കും അറിയാത്ത ഒരു കാര്യം ആദ്യമേ പറയാം. 2025 നിങ്ങൾ കാണുന്നതെങ്കിൽ 3 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള എല്ലാവരും ഇൻകം ടാക്സ് റിട്ടേൺ ITR ഫയൽ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ ഇൻകം ടാക്സ് നോട്ടീസ് വരാം, പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഇത് പലരും ചെയ്യുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള സംഭവം പറയാം. ഇന്നത്തെ ടാക്സ് ലാബ്സ് പ്രകാരം 7 ലക്ഷം രൂപക്ക് മുകളിൽ വാർഷിക വരുമാനം ഉള്ളവരാണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. അങ്ങനെ ഇൻകം ടാക്സ് കൊടുക്കാനുള്ളവർ മാത്രമേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കാണാറുള്ളൂ. ഇത് തെറ്റാണ്. മാസം 25,000 വരുമാനം ഉള്ളുവെങ്കിലും, അതായത് ഇയർലി 3 ലക്ഷം രൂപ വരുമാനം ഉള്ളുവെങ്കിലും നിയമപ്രകാരം ഒരാൾ ഇൻകം ടാക്സ് പേ ചെയ്യണ്ട. പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺസ് ITR അത് ഫയൽ ചെയ്തിരിക്കണം. കുറച്ച് കൺഫ്യൂഷൻ ആയല്ലേ? എനിക്കറിയാം, ഇത് പലരെയും കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അങ്ങനെയുള്ള എല്ലാ കൺഫ്യൂഷൻസും ഡൗട്ട്സും മാറ്റിത്തരലാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. പലർക്കും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയലിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ പേടിയുമാണ്. അതും ഞാൻ ഈ വീഡിയോയിലൂടെ മാറ്റിത്തരാം. അതുപോലെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ, ഒരു CA ഒക്കെ വെക്കണമല്ലോ ടാക്സ് ഫയൽ ചെയ്യാൻ, അവർക്ക് ഫീസ് കൊടുക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ച് പലർക്കും പേടിയും മടിയും കാണും. അതിന്റെയും ഒരു ആവശ്യവുമില്ല, അതും മാറ്റിത്തരാം. നിങ്ങൾക്കൊരു സാലറി ഇൻകം ഒക്കെ മാത്രം ഉള്ളുവെങ്കിൽ ഒരു ചിലവുമില്ലാതെ, ആരുടെയും സഹായമില്ലാതെ സ്വയം എങ്ങനെ ITR ഫയൽ ചെയ്യാമെന്നും ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാം. അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലും ഈ വീഡിയോന്റെ അവസാനമുണ്ട്. അപ്പോൾ വീഡിയോയുടെ അജണ്ട പെട്ടെന്ന് പറയാം. ഇതൊക്കെയാണ്. എന്താണ് ITR ഫയലിംഗ്? ആരൊക്കെ ശരിക്കും ITR ഫയൽ ചെയ്യണം? ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തെറ്റിപ്പോകുന്ന ഇതാണ്. ITR ഫയൽ ചെയ്തില്ല എങ്കിൽ എന്താണ് ശരിക്കും സംഭവിക്കുക? ഓൾഡ് വേഴ്സസ് ന്യൂ റെജീം എന്ന് പറയുന്നതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? പല ITR ഫോമുകൾ ഉണ്ട്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഏത് ITR ഫോമാണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്? ഏറ്റവും അവസാനം എങ്ങനെ സ്വയം ITR ഫയലിംഗ് ചെയ്യാമെന്ന് അതിന്റെ ട്യൂട്ടോറിയൽ കാണിച്ചും പഠിപ്പിച്ചു തരാം. എങ്ങനെ ITR സ്വയം ഫയൽ ചെയ്യാം എന്നുള്ളത് ഈ കാണുന്ന ടൈം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും തന്നെ കാണുക, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പൊ ഏറ്റവും ആദ്യം എന്താണ് ITR ഫയലിംഗ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഇൻകം ടാക്സ് അടക്കുക അല്ലെങ്കിൽ ടാക്സ് ഗവൺമെന്റിലേക്ക് എത്തുക എന്നുള്ളതും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, ITR ഫയൽ ചെയ്യുക എന്നുള്ളതും വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ITR ഫയലിംഗ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇൻകം ടാക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻകം ടാക്സ് വളരെ സിമ്പിൾ ആണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ. ഒരു നാട്ടിലെ ജനങ്ങൾ വരുമാനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ 1% ഗവൺമെന്റിന് നാട് നന്നാക്കാൻ വേണ്ടി നികുതി, കരം അല്ലെങ്കിൽ ടാക്സ് ആയി കൊടുക്കണം. മനുഷ്യന്മാർ സിവിലൈസ് ആയി ജീവിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഉള്ള ഒരു സമ്പ്രദായമാണ് ശരിക്കും ഇത്. ഇന്ത്യയിലെ ഇന്നത്തെ ടാക്സ് റൂൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകത്തിനനുസരിച്ച് കൊടുക്കേണ്ട ടാക്സിന്റെ എമൗണ്ട് മാറും. ഒരു സ്ലാബ് ബേസ്ഡ് ടാക്സ് സിസ്റ്റം ആണ് ഗവൺമെന്റ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ഇത്ര ലക്ഷം ഇൻകമിന് ടാക്സ് കൊടുക്കണ്ട, അവിടുന്ന് ഇൻകം കൂടുന്നതിനനുസരിച്ച് ടാക്സ് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ടാക്സ് സ്ലാബ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ 2025 ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ ഇയർ 2024-25 ITR ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നത്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ന്യൂ റെജീം അനുസരിച്ചുള്ള ടാക്സ് സ്ലാബ്സ്. ഇവിടെ കാണുന്നത് പോലെ 7 ലക്ഷം രൂപ വരെയാണ് ഇയർലി ഇൻകം എങ്കിൽ ഗവൺമെന്റ് പറയുന്നത് നിങ്ങൾ 0 ടാക്സ് അടച്ചാൽ മതിയെന്നാണ്. അതായത് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. സാലറീഡ് ഇൻഡിവിജ്വൽ ആണ് എങ്കിൽ ഒരു അഡീഷണൽ 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി കഴിഞ്ഞിട്ട് 7.25 ലക്ഷം രൂപ വരെ ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ ടാക്സ് 0 തന്നെയായിരിക്കും. ഇനി 2026 ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിലോ, ഫൈനാൻഷ്യൽ ഇയർ 2025-26 ടാക്സ് ഫയലിംഗ് മുതൽ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നതായിരിക്കും ടാക്സ് സ്ലാബ്സ്. ഇവിടെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ 12.25 ലക്ഷം ഇൻകം വരെ ടാക്സ് 0 ആണ്. അപ്പോൾ നിങ്ങളുടെ ഇൻകം അനുസരിച്ച് ഗവൺമെന്റിലേക്ക് ടാക്സ് എത്തണമെന്ന് മനസ്സിലായല്ലോ. ഇതിന് 2 മാർഗങ്ങൾ ശരിക്കുമുണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്, 2 ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS. ഇതിൽ TDS ആണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു രീതി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ കമ്പനി നിങ്ങൾ അടയ്ക്കേണ്ട ടാക്സ് എമൗണ്ട് പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് അല്ലേ തരിക. ആ ടാക്സ് എമൗണ്ട് കമ്പനി നിങ്ങളുടെ പേരിൽ ഗവൺമെന്റിലേക്ക് അടക്കുന്നുണ്ട്. അതാണ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോഴും, സ്റ്റോക്സിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുമ്പോഴും, പ്രൊഫഷണൽ ഇൻകം കിട്ടുമ്പോഴും ഒക്കെ TDS പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് ആ വരുമാനത്തിന്റെ പുറത്ത് കൊടുക്കേണ്ട ടാക്സ് ഓൾറെഡി നിങ്ങളുടെ പേരിൽ പിടിച്ച് അടച്ചു കഴിഞ്ഞു എന്നർത്ഥം.
മറ്റ് പല ഇൻകങ്ങളിലും TDS ഉണ്ടാകില്ല. അങ്ങനെയുള്ള ഇൻകങ്ങളുടെ പുറത്ത് നമുക്ക് വരുന്ന ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ടാക്സ് കണ്ടുപിടിച്ച് നമ്മൾ നേരിട്ട് അടക്കണം. അതാണ് ഡയറക്റ്റ് ടാക്സ് പേയ്മെന്റ്. ബിസിനസ് ചെയ്യുന്നവർക്കും പ്രൊഫഷണൽസിനും ഫ്രീലാൻസേഴ്സിനും റെന്റ് കളക്ട് ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ചെയ്യാനുണ്ടാകും. 10,000 രൂപയിൽ കൂടുതൽ ടാക്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് എന്ന പേരിൽ ഓരോ ക്വാർട്ടറിലും ഇത് അടച്ചു പോകണം. അല്ലെങ്കിൽ വർഷാവസാനം അടച്ചാലും മതി. അപ്പോൾ ഇൻകം ടാക്സ് എന്താണ് എന്നും അത് എങ്ങനെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു എന്നും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ITR ഫയലിംഗ് എന്താണെന്ന് നോക്കാം. ITR നിങ്ങൾ ഒരു റിപ്പോർട്ട് കാർഡായിട്ട് കാണുക. നിങ്ങൾ ഏൺ ചെയ്ത ഇൻകം എത്രയാ, നിങ്ങൾ ഓൾറെഡി TDS വഴിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയോ എത്ര ടാക്സ് ആണ് അടച്ചിരിക്കുന്നത്, സാലറി അല്ലാതെ ഏതെങ്കിലും വേറെ ഇൻകം സോഴ്സ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടായി, സ്റ്റോക്സിൽ നിന്ന് പ്രോഫിറ്റോ ലോസോ ഉണ്ടാക്കിയോ, ടാക്സ് കുറക്കാനുള്ള ലീഗൽ സ്കീമുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എല്ലാം വിശദമായി കാണിക്കുന്ന ഒരു റിപ്പോർട്ട് കാർഡാണ് ശരിക്കും ITR. ഈ റിപ്പോർട്ട് കാർഡ് കൃത്യമായി ഫില്ല് ചെയ്ത് അത് ഗവൺമെന്റിനെ അറിയിക്കുന്നതിനെയാണ് ITR ഫയലിംഗ് എന്ന് പറയുന്നത്. റിപ്പോർട്ട് കാർഡ് റെഡിയായ ശേഷം ടാക്സ് എത്ര കൊടുക്കാനുണ്ടെങ്കിൽ അത് അടക്കണം. വേണ്ടതിലും കൂടുതൽ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ഗവൺമെന്റ് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ടായി അയച്ചു തരും. യെസ്, ഇവിടെ റീഫണ്ട് എന്ന കോൺസെപ്റ്റ് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓൾറെഡി അടക്കപ്പെട്ട ടാക്സ് ഇത്ര, എന്നാൽ അടക്കേണ്ടിയിരുന്ന ടാക്സ് ഇത്ര. നമ്മൾ കൂടുതൽ ടാക്സ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഡിഫറൻസ് എമൗണ്ട് റീഫണ്ട് ആയി നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരെ അയച്ചു തരും. ഇതിനെയാണ് ഇൻകം ടാക്സ് റീഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കേട്ടപ്പോൾ വിശദമായി മനസ്സിലായല്ലോ. ഇൻകം ടാക്സ് അടക്കുന്നത് വേറെ, ഇൻകം ടാക്സ് റിപ്പോർട്ട് ITR ഫയലിംഗ് വേറെ. ഇതാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. വിശദമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു ഡിഫറൻസ് പോലും മനസ്സിലാക്കാതെയാണ് കുറെ ആൾക്കാരും ജീവിച്ചു പോകുന്നത്. ITR ഫയലിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അത് ഗവൺമെന്റിനെ ബോധിപ്പിക്കൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ടാക്സ് അടക്കാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2025 വർഷം 3 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഉണ്ടെങ്കിൽ ITR ഫയലിംഗ് എല്ലാവരും ചെയ്യുക തന്നെ വേണം. ഇനി 2026 നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വർഷം മുതൽ 4 ലക്ഷത്തിന് മുകളിൽ ഇൻകം ഉണ്ടെങ്കിൽ ITR ഫയലിംഗ് ചെയ്യണം. ടാക്സ് കൊടുക്കുന്നതിനെയും ITR ഫയൽ ചെയ്യുന്നതിനെയും ഒരിക്കലും ലിങ്ക് ചെയ്ത് ചിന്തിക്കരുത്. അപ്പോൾ ഇത്രയും മനസ്സിലായ സ്ഥിതിക്ക് ഇനി വളരെ കൃത്യമായി കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയിട്ട് ആരൊക്കെയാണ് ITR ഫയൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ പറഞ്ഞതുപോലെ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് ഇയർലി ഇൻകം 3 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ITR ഫയൽ ചെയ്തിരിക്കണം. അതിലൊരു ചോദ്യമില്ല, പറച്ചിലില്ല, ഒന്നുമില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പലർക്കും ഈ വിവരം അറിയില്ല. ഈ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഫയൽ ചെയ്യേണ്ടി വരും. ടാക്സ് കൊടുക്കാനില്ലെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ITR ഫയൽ ചെയ്യണം. ഈ 3 ലക്ഷം എന്നുള്ള എമൗണ്ടിനെ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഓൾഡ് ടാക്സ് റെജീമിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഏജ് അനുസരിച്ച് ഈ ബേസിക് എക്സംഷൻ ലിമിറ്റ് ചെറുതായി ഒന്ന് മാറും. ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതനുസരിച്ചാണ് ഇവിടെ ലിമിറ്റ് വരിക. ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂ ടാക്സ് റെജീമിൽ നിന്ന് ഇവിടെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 60 വയസ്സിൽ കുറവുള്ളവർക്ക് ശരിക്കും ITR ഫയൽ ചെയ്യേണ്ട ഇൻകം പിന്നെയും കുറഞ്ഞ് 2.5 ലക്ഷമാണ് ഓൾഡ് ടാക്സ് റെജീമിൽ. എന്താണ് ഓൾഡ് ടാക്സ് റെജീം, ന്യൂ ടാക്സ് റെജീം എന്നൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പേടിക്കേണ്ട, ഉടനെ തന്നെ നമുക്ക് അതും പഠിക്കാം. അപ്പോൾ ആരൊക്കെ ITR ഫയൽ ചെയ്യണമെന്നുള്ളത് ശരിക്കും ഇവിടെ തീരുന്നില്ല. ഇനി നിങ്ങളുടെ ഇൻകം ഈ പറഞ്ഞ 3 ലക്ഷത്തിൽ കുറവാണ് എങ്കിലും നിങ്ങളുടെ സ്പെൻഡിങ് കൂടുതലാണെങ്കിൽ, വലിയ ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരുമാനം വരുന്ന രീതി ഒരു പ്രത്യേക രീതിയിലാണ് എങ്കിൽ ITR ഫയലിംഗ് മാൻഡേറ്ററി ആയേക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയേ. കാണുന്നില്ലേ? പ്രത്യേക തരത്തിലുള്ള സ്പെൻഡിങ് ഉണ്ടെങ്കിൽ, പ്രത്യേക തരത്തിലുള്ള രീതിയിലാണ് ഇൻകം വരുന്നത് എങ്കിലൊക്കെ നിങ്ങൾ ITR ഫയൽ ചെയ്യുക തന്നെ വേണം. അപ്പൊ എന്താണ് ഇവിടെ മനസ്സിലാകുന്നത്? 3 ലക്ഷം വരുമാനം ഇല്ല എങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ITR ഫയൽ ചെയ്തിരിക്കണം. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കുറേ അധികം ആൾക്കാരും ഇപ്പോൾ ആയിരിക്കും മനസ്സിലാക്കുന്നത് നിങ്ങളും ITR ഫയൽ ചെയ്യണം എന്നുള്ളത്. ഇത് അറിയാതെ കുറെ പേർ ആക്ച്വലി ഇപ്പോഴും ITR ഫയൽ ചെയ്യാതെ ജീവിച്ചു പോകുന്നുണ്ട്. അവർക്ക് വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിയമപരമായി നിങ്ങൾ ITR ഫയൽ ചെയ്യണമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടായേക്കാം, അല്ല ആശാനെ, ഈ ITR ഫയൽ ചെയ്തില്ല എന്ന് ശരിക്കും എന്താ സംഭവിക്കുക?
അല്ല എന്താ സംഭവിക്കുക? ശരിക്കും അത് മനസ്സിലായാലാണെങ്കിലോ, അതായത് ഫയൽ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലാകുമ്പോഴാണല്ലോ ഫയൽ ചെയ്യാൻ ഒരു ഊർജ്ജം ഉണ്ടാവുക. അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഒന്നാമത്തെ റീസൺ, സമയത്ത് ഫയൽ ചെയ്യാതെ അതേ വർഷം പിന്നീട് എന്തെങ്കിലും കാരണത്താൽ ഫയൽ ചെയ്യേണ്ടി വന്നിട്ട് അപ്പോൾ ഫയൽ ചെയ്യാൻ പോയാൽ ലേറ്റ് ഫീസ് കൊടുക്കേണ്ടി വരും. 5000 രൂപ വരെയൊക്കെ ലേറ്റ് ഫീസ് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ റീസൺ, നിയമപ്രകാരം ഫയൽ ചെയ്യണമെന്നാണല്ലോ, അപ്പോൾ ചെയ്തിട്ടില്ല എങ്കിൽ പ്രാക്ടിക്കലി ഒരു 3 മുതൽ 5 വർഷം വരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് അയക്കാം. അങ്ങനെ നോട്ടീസ് അയക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകം ടാക്സ് കൊടുക്കാൻ ഉണ്ടായി എങ്കിൽ അതിന്റെ പുറത്ത് വലിയ ഇൻട്രസ്റ്റ് ഒക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു വലിയ തുക നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇൻകം ടാക്സ് 0 ആയിരുന്നെങ്കിൽ ആ നോട്ടീസിൽ പറയുന്ന വർഷത്തിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സും ഇൻകം പ്രൂഫ്സും സാലറി സ്ലിപ്പും ഒക്കെ അറേഞ്ച് ചെയ്ത് അത് അപ്പോൾ പ്രൂവ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അതിന്റെ എല്ലാ തലവേദനകളും നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. അതൊരു വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സീൻ തന്നെയാണ്. ഇവിടെ ഇന്ന് നടക്കുന്ന റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ടാക്സ് ലയബിലിറ്റി ഇല്ല എങ്കിൽ നോട്ടീസ് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഞാൻ നിങ്ങളെ വെറുതെ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല, റിയാലിറ്റി പറയുകയാണ്. നിങ്ങൾക്ക് ടാക്സ് ലയബിലിറ്റി 0 ആയിരുന്നെങ്കിൽ മോസ്റ്റ്ലി ഇൻകം ടാക്സ് നോട്ടീസ് വരില്ലായിരിക്കും. എന്നാലും എന്നാണ് നിയമം മാറുന്നത് എന്നും കാര്യങ്ങൾ കുറെ കൂടി എന്ന് സ്ട്രിക്റ്റ് ആകുമെന്നും നമുക്ക് ഇന്ന് വിടുന്നിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും നല്ല കാര്യം എപ്പോഴും നിയമം എന്താണോ പറയുന്നത് അത് കറക്റ്റായി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിയമപ്രകാരമായി ടാക്സ് ഫയലിംഗ് ചെയ്യാതെ ഇരുന്നാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ. എന്നാലും വെറുതെ നിയമത്തെ പേടിച്ച് മാത്രം ITR ഫയൽ ചെയ്യേണ്ട. ഫയൽ ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി ചില മറ്റു ഗുണങ്ങളുമുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ഒന്ന്, പല കേസുകളിലും നിങ്ങളുടെ സാലറിയിൽ നിന്ന് എംപ്ലോയറോ FD ഉണ്ടെങ്കിൽ അവിടുത്തെ ഇൻട്രസ്റ്റിൽ നിന്ന് ബാങ്കോ ഒക്കെ TDS പിടിച്ചു വെച്ചിട്ടുണ്ടാകും. ആ TDS ഇൻകം ടാക്സിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ടാകും. പലപ്പോഴും നിങ്ങൾ അടക്കേണ്ടതിനേക്കാൾ കൂടുതൽ ടാക്സ് ചിലപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് TDS ആയിട്ട് അടച്ചിട്ടുണ്ടായേക്കാം. ആ ടാക്സ് എമൗണ്ട് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ റീഫണ്ട് ആയിട്ട് കിട്ടാൻ നിങ്ങൾ ITR ഫയൽ ചെയ്യണം. മനസ്സിലായോ? ആദ്യത്തെ റീസൺ ഇതാണ്. ITR ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് റീഫണ്ടിന് എലിജിബിലിറ്റി ഉള്ളൂ എങ്കിൽ ആ പൈസ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അർഹമായ പൈസയാണ്, അത് തിരിച്ചു കിട്ടണ്ടേ? അപ്പോൾ ITR ഫയൽ ചെയ്യണം. ഡിവിഡൻഡ് ഇൻകം, FD ഇൻട്രസ്റ്റ്, പെൻഷൻ, റെന്റൽ ഇൻകം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിലൊക്കെ ടാക്സ് ഡിഡക്ട് ആയിട്ടുണ്ടാകാം. അതിന് റീഫണ്ട് കിട്ടാൻ ITR ഫയൽ ചെയ്തേ പറ്റുള്ളൂ. 2, സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ട്സിലോ ബിസിനസ്സിലോ ക്യാപിറ്റൽ ലോസ് ഉണ്ട് എങ്കിൽ ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയും ITR ഫയലിംഗ് കമ്പൽസറി ആണ്. അടുത്ത 8 വർഷം വരെ ഇതുപോലെയുള്ള ലോസുകൾ ക്യാരി ഫോർവേഡ് അതിനെതിരെ അന്നുണ്ടാകുന്ന ലാഭം സെറ്റ് ഓഫ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഭാവിയിൽ കൊടുക്കേണ്ടി വരുന്ന ടാക്സ് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്, നിങ്ങൾക്ക് ഇതുപോലെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുൻപ് തന്നെ നിങ്ങൾ ITR ഫയൽ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ പറഞ്ഞ 2 റീസൺസിനും ഒക്കെ അപ്പുറം ITR ഫയലിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണ്. നിങ്ങളൊരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആണ് എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. പല ജീവിത സാഹചര്യങ്ങളിലും അത് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ ബാങ്കുകൾ നിങ്ങളുടെ ITR ചോദിക്കലുണ്ട്. എബ്രോഡ് പോകാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എംബസീസും അത് ചോദിക്കലുണ്ട്, നോക്കലുണ്ട്. അങ്ങനെ ITR ഫയൽ ചെയ്യുന്നത് കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് എന്ന് തീർച്ചയായും മനസ്സിലാക്കണം. പേടിക്കേണ്ട, ഒരു തവണ ഫയൽ ചെയ്താൽ പിന്നെ എല്ലാ കൊല്ലം ഫയൽ ചെയ്യണമെന്നൊന്നുമില്ല. ഏതൊക്കെ വർഷങ്ങളിലാണോ ബേസിക് എക്സംഷൻ ലിമിറ്റിനേക്കാൾ ഇൻകം കൂടുതൽ വരുന്നത് ആ വർഷങ്ങളിൽ മാത്രം ITR ഫയൽ ചെയ്താൽ മതി. അപ്പോൾ ഇത്ര കൂടി മനസ്സിലാക്കി ഇനി ITR ഫയലിംഗിന്റെ ട്യൂട്ടോറിയൽ തുടങ്ങാമെന്ന് ആലോചിക്കുമ്പോൾ ഐ എം ഷുവർ നിങ്ങൾക്ക് ഒരു ഡൗട്ട് കൂടി കാണും. എന്താണ് ശരിക്കും ഈ ന്യൂ റെജീമും ഓൾഡ് റെജീമും, അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത്? സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് കുറച്ച് വർഷങ്ങളായിട്ട് 2 ടാക്സ് സ്ട്രക്ചേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓൾഡ് ടാക്സ് റെജീമും ന്യൂ ടാക്സ് റെജീമോ. ഇതിൽ ഓൾഡ് ടാക്സ് റെജീം എന്ന് പറയുന്ന പഴയ സ്ട്രക്ചറിൽ ടാക്സ് കൂടുതലാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പല ഇൻവെസ്റ്റ്മെന്റ്സും പല ഇൻഷുറൻസ് സ്കീമുകളും ഒക്കെ ഗവൺമെന്റ് പറയുന്നത് പോലെ വാങ്ങിയാൽ ഡിഡക്ഷൻസ് നേടിയെടുക്കാം. അങ്ങനെ അവർ പറയുന്ന പോലത്തെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്താൽ നമ്മൾ അവസാനം അടക്കേണ്ട ടാക്സ് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഇനി ന്യൂ ടാക്സ് റെജീം എന്ന് പറയുന്ന പുതിയ സ്കീമിൽ ടാക്സ് ഒറ്റയടിക്ക് നോക്കുമ്പോൾ കുറവാണ്. പക്ഷേ ഡിഡക്ഷൻസ് എടുക്കാനാണെങ്കിൽ ഇവിടെ വളരെ കുറവ് ഓപ്ഷൻസ് മാത്രമേ ഗവൺമെന്റ് തന്നിട്ടുള്ളൂ. ഓൾഡ് ടാക്സ് റെജീമിന്റെ പോലെയല്ല. ലാഭിക്കുന്ന ടാക്സ് വെച്ച് നിങ്ങൾക്ക് സ്വയം വേണമെങ്കിൽ ഇൻവെസ്റ്റ്
ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ചിലവാക്കി തീർക്കാം. 7.25 ലക്ഷം വരെയാണ് നിങ്ങളുടെ സാലറി ഇൻകം എങ്കിൽ കണ്ണും പൂട്ടി ന്യൂ ടാക്സ് റെജീം ചൂസ് ചെയ്തോളൂ. അതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഇനി അതല്ല, നിങ്ങൾക്ക് ഡിഡക്ഷൻസിന് എലിജിബിൾ ആയ ഹോം ലോൺ, ഹെൽത്ത് ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ ലോൺ എല്ലാം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട് എങ്കിൽ ചിലപ്പോൾ ഓൾഡ് റെജീം തന്നെ ആയിരിക്കാം ബെറ്റർ. ഏത് റെജീമാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് അറിയാൻ ഈ ഒരു കാൽക്കുലേറ്ററിൽ കറക്റ്റ് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ ഈസി ആയിട്ട് ഈ കാൽക്കുലേറ്റർ തന്നെ പറഞ്ഞു തരും. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യാം. എന്നാലും ഒരു തമ്പ് റൂൾ ഞാൻ പറഞ്ഞു തരാം. 2026 മുതൽ 99% ആൾക്കാർക്കും ന്യൂ ടാക്സ് റെജീം തന്നെ ആയിരിക്കും ബെറ്റർ. അപ്പൊ ഇതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് ITR ഫയലിംഗിന്റെ പ്രോസസ്സിലേക്ക് വരാം. ITR ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ടത് ഏത് ITR ഫോം ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത് എന്നാണ്. അതെ, ITR ഫോം നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമുക്ക് നോക്കാം. 4 ഡിഫറെന്റ് ITR ഫോംസ് ഉണ്ട്. ITR 1, ITR 2, ITR 3 ആൻഡ് ITR 4. കേൾക്കാൻ വളരെ സിമ്പിൾ ആണ്. ഇത് കറക്റ്റായി ചൂസ് ചെയ്യുക എന്നുള്ളത് എന്നാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. തെറ്റായി ഫയൽ ചെയ്താൽ നമ്മുടെ ഇൻകം ടാക്സ് ഫയലിംഗ് അത് റിജക്ട് ആവാൻ സാധ്യതയുണ്ട്. ഈ ITR 1 ആൻഡ് ITR 2 ആണ് നിങ്ങൾക്ക് സാലറിയിൽ നിന്നാണ് ഇൻകം എങ്കിൽ ആപ്ലിക്കബിൾ ആയി വരുന്നത്. ITR 3 ആൻഡ് ITR 4 വരുന്നത് നിങ്ങൾ ഒരു പ്രൊഫഷനിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ ഇൻകം ഉണ്ടാക്കുമ്പോഴാണ്. ഫ്രീലാൻസ് ചെയ്യുന്നവരും ഡോക്ടർ, ലോയർ പോലെ പ്രൊഫഷൻസ് ചെയ്യുന്നവരും ബിസിനസ് ചെയ്യുന്നവരും സ്റ്റോക്സിലും FNOയിലും ട്രേഡ് ചെയ്യുന്നവരും ഒക്കെ ഈ ITR 3ഉം ITR 4ഉമാണ് ഫില്ല് ചെയ്യേണ്ടത്. ITR 1 ആരാണ് ഫയൽ ചെയ്യേണ്ടതെന്ന് വിശദീകരിച്ച് തന്നെ നോക്കാം. സാലറി ഓർ പെൻഷൻ ഇൻകം വാങ്ങുന്ന ആളാണെങ്കിൽ ആൻഡ് ടോട്ടൽ ഇയർലി ഇൻകം 50 ലക്ഷത്തിൽ കുറവാണെങ്കിൽ, ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് അക്കൗണ്ട്സ് ഓർ FDs, ഡിവിഡൻഡ് ഇൻകം ഫ്രം സ്റ്റോക്സ് ഒക്കെ വരുന്ന വ്യക്തിയാണെങ്കിൽ അതും 50 ലക്ഷത്തിന്റെ താഴെ തന്നെ ആയിരിക്കണം. മാക്സിമം ഒരു വീട് മാത്രം ഓൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, 5000 രൂപയിൽ കവിയാതെ മാത്രം അഗ്രികൾച്ചർ ഇൻകം ഉള്ള വ്യക്തിയാണെങ്കിൽ, ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് വിട്ടിട്ട് 1.25 ലക്ഷത്തിന് താഴെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉള്ള വ്യക്തിയാണെങ്കിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ക്യാരി ഫോർവേഡ് ആയ ക്യാപിറ്റൽ ലോസ് ഉണ്ടാവാനും പാടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഈ കണ്ടീഷൻസ് നിങ്ങൾക്ക് മാച്ച് ആകുന്നുണ്ട് എങ്കിൽ ITR 1 ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫയൽ ചെയ്തത് ITR 1 തന്നെയാണ്. ഇനി ITR 2 ആരാണ് ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് നോക്കിയിട്ട് മനസ്സിലാക്കാം. 50 ലക്ഷത്തിൽ കവിഞ്ഞ സാലറി ഓർ പെൻഷൻ ഇൻകം ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും കമ്പനിയുടെ ഡയറക്ടർ ആണ് എങ്കിൽ, ഒന്നിൽ കൂടുതൽ വീടുകൾ ഓൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, മോർ ദാൻ 1.25 ലക്ഷത്തിന്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഉണ്ട് എങ്കിൽ, സ്വിംഗ് ട്രേഡിംഗ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതിൽ ഷോർട്ട് ടേം പ്രോഫിറ്റ് ഓർ ലോസ് കാണിക്കണമെന്നുണ്ട് എങ്കിൽ, ക്രിപ്റ്റോ ബൈ ഓർ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോറിൻ ഇൻകം വരുന്നുണ്ട് അല്ലെങ്കിൽ ഫോറിൻ അസറ്റ്സ് ഈവൻ സ്റ്റോക്സ് ഇൻ ഫോറിൻ കമ്പനി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അൺലിസ്റ്റഡ് കമ്പനികളുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അഗ്രികൾച്ചർ ഇൻകം 5000 രൂപയേക്കാൾ കൂടുതൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇൻകം ഫ്രം അതർ സോഴ്സസ് ലൈക്ക് ലോട്ടറി, ഹോഴ്സ് റേസിംഗ് ഒക്കെ ഉണ്ട് എങ്കിൽ, ഏതെങ്കിലും കമ്പനിയുടെ ESOPs, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ പറയുന്ന കണ്ടീഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ് എങ്കിൽ ITR 2 ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. 5 ലക്ഷം സാലറി ഉള്ളുവെങ്കിലും ക്രിപ്റ്റോ ബൈ ഓർ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്തിട്ടുണ്ട്, അതിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ITR 1 അല്ല ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇത് ശ്രദ്ധിക്കാതെ പലരും തെറ്റ് ഫോം ഫയൽ ചെയ്ത് കാണലുണ്ട്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി ITR 3 ആരാണ് ഫയൽ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ് ഉള്ള ആളാണെങ്കിൽ, ഡോക്ടർ, ലോയർ, കൺസൾട്ടന്റ്, CA, ആർക്കിടെക്ട്, ഫ്രീലാൻസർ പോലെ പ്രൊഫഷണൽ സർവീസസ് കൊടുക്കുന്നവരാണെങ്കിൽ, FNO ട്രേഡിംഗ്, ഇൻട്രാഡേ സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ, അതെ നമ്മുടെ ഇടയിലുള്ള ട്രേഡേഴ്സും എല്ലാം അതുപോലെ നേരത്തെ പറഞ്ഞവരും എല്ലാവരും ചേർന്നിട്ട് ITR 3 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി ITR 4 ആണെങ്കിലോ, ബിസിനസ് ഓർ പ്രൊഫഷണൽ ഇൻകം ഉള്ള വ്യക്തികൾ തന്നെ, അതായത് നേരത്തെ പറഞ്ഞ വ്യക്തികൾ തന്നെ, എന്നാൽ അവർക്ക് പ്രിസംപ്റ്റീവ് ടാക്സേഷൻ എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ അവർ ITR 4 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും ഞാൻ തൽക്കാലം കടക്കുന്നില്ല. എന്തായാലും ഇത് ചില സ്പെസിഫിക് ബിസിനസ്സിനും പ്രൊഫഷൻ നടത്തുന്നവർക്കും മാത്രമാണ് ആപ്ലിക്കബിൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതുകൂടി വിശദമായി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് എങ്ങനെ ITR ഫയൽ ചെയ്യണം എന്നുള്ളതിലേക്ക് പോകാം. ഇവിടെ എനിക്കൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളൊരു സാധാരണ ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് 50 ലക്ഷത്തിൽ കുറവ് ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ, ബിസിനസ്സും ട്രേഡിങ്ങും ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ITR 1 ആണ് ഫയൽ ചെയ്യേണ്ടത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സ്വയം ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. മുന്നിലേക്കുള്ള ട്യൂട്ടോറിയൽ ഞാൻ അതാണ് കാണിച്ചു തരാൻ പോകുന്നത്, അതാണ് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇനി അതല്ല, നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ, ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, പ്രൊഫഷണൽ സർവീസ് കൊടുക്കുന്ന ആളാണെങ്കിൽ, മേ ബി നിങ്ങൾക്ക് ITR 2ഓ 3ഓ 4ഓ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഫയൽ ചെയ്യേണ്ടി വരിക. അതിന്റെ ഫയലിംഗ് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. സ്വയം ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, സ്വയം ചെയ്യാൻ ഫിഗർ ഔട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആണ്, കുറെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്, ഒന്നും തെറ്റിപ്പോകാൻ പാടുള്ളതുമല്ല. സോ എക്സ്പേർട്ട് ഹെൽപ്പ് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഒരു CAനെ വെച്ച് ഫയൽ ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ള കേസസിൽ ബെറ്റർ. അപ്പൊ അതും എല്ലാം എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് സ്വയം ITR1 എങ്ങനെ ഫയൽ ചെയ്യാം എന്നുള്ള ട്യൂട്ടോറിയൽ തുടങ്ങാം, അതിലേക്ക് കടക്കാം. അപ്പൊ ITR1 ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അതിന് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് അറിയുകയും അത് റെഡിയാക്കി വെക്കുകയുമാണ്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. ആദ്യത്തെ ഡോക്യുമെന്റ് ഫോം 16. ഇതിൽ നിങ്ങൾക്ക് എത്ര സാലറി ഉണ്ട്, എത്ര TDS പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ കിട്ടും. ഇത് നിങ്ങളുടെ എംപ്ലോയറിന്റെ അടുത്തുനിന്ന് കിട്ടും. നിങ്ങൾക്ക് ജോലി തന്നിട്ടുള്ള നിങ്ങളുടെ എംപ്ലോയർ ആരാണോ അവരോട് ചോദിച്ചാൽ ഈ ഫോം 16 നിങ്ങൾക്ക് കിട്ടും. 2, ഫോം 26AS. നിങ്ങളുടെ പേരിൽ പിടിച്ചിരിക്കുന്ന എല്ലാ TDS ഡീറ്റെയിൽസും ഇതിൽ വരും. ഇത് ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ നിന്ന് ഈസിയായി ഡൗൺലോഡ് ചെയ്യാം. ഇവിടുത്തെ ഡിഫറൻസ് എന്താ? നമ്മുടെ ഫോം 16ൽ എംപ്ലോയർ തന്നിരിക്കുന്ന സാലറിയും അതിന്റെ TDSമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഫോം 26ASൽ വേറെ ഏതെങ്കിലും പാർട്ടി നമ്മുടെ പേരിൽ TDS ഡിഡക്ട് ചെയ്ത് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡേറ്റ് നമുക്ക് അവിടെ വിശദമായിട്ട് കിട്ടും. നമ്പർ 3, AIS, ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ് ആണ്. ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തരുന്ന നിങ്ങളുടെ എല്ലാ ഇമ്പോർട്ടന്റ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയി ഇതിനെ കാണാം. ഈ സ്റ്റേറ്റ്മെന്റിൽ ഓൾറെഡി നിങ്ങൾക്ക് ഒരു വർഷം കിട്ടിയ സാലറി, ഇൻട്രസ്റ്റ് ഇൻകം, ആ വർഷം അടച്ച ടാക്സ്, കട്ടായ TDS, നിങ്ങൾ നടത്തിയ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് കാണാൻ പറ്റുന്ന ഒരു ഡോക്യുമെന്റ് ആണ് AIS. 4, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ എക്സ്ട്രാ ഇൻകം. അതായത് TDS പിടിച്ച ഇൻകം എല്ലാം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പോർട്ടലിൽ വരും. അപ്പോൾ അങ്ങനെ അല്ലാത്ത എക്സ്ട്രാ ഇൻകം ഏതെങ്കിലും നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫ്രീലാൻസ് ചെയ്ത ഇൻകം ആകാം, റെന്റൽ ഇൻകം ആകാം, ഇൻഷുറൻസ് പേ ഔട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതാകാം. അതൊക്കെ നമ്മൾ വേണം പോർട്ടലിൽ ചെന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ആ ഇൻകം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എത്രയാണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടേ? അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ആ ഇൻകം മനസ്സിലാക്കിയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അത് ഉപകരിക്കും. 5, ഡോക്യുമെന്റ്സ് ഫോർ ഡിഡക്ഷൻസ്. നിങ്ങൾ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ റെഡിയാക്കി വെക്കുക. ന്യൂ ടാക്സ് റെജീം അനുസരിച്ച് ഡിഡക്ഷൻസ് ചിലപ്പോൾ ഒന്നും തന്നെ ഉണ്ടാവില്ല, നമ്മളിപ്പോൾ പഠിച്ചതാണല്ലോ. എന്നാൽ ഓൾഡ് ടാക്സ് റെജീമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ട് എങ്കിൽ അവിടെ ഏതൊക്കെ ഡിഡക്ഷൻ ആണോ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അതിന് വേണ്ട ഡോക്യുമെന്റ്സ് നിങ്ങൾ കരുതി വെക്കുക. ഈ ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെന്റ്സ് ഒക്കെ റെഡി ആണെങ്കിൽ ITR ഫയലിംഗ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റ്. ഇതിന്റെ URL ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമന്റിലും കൊടുക്കുകയും ചെയ്യാം. ഇവിടെ വന്നിട്ടാണ് നമ്മൾ നമ്മുടെ ITR ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏറ്റവും രസകരമായ കാര്യം, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഇല്ല എങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ രജിസ്റ്ററിൽ പോയിട്ട് സ്വന്തമായിട്ട് ഒരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യലാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കയ്യിലുണ്ട് എങ്കിൽ, ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ, ഇൻഫാക്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ ആർക്കും ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. യാതൊരു വിധ പാടുള്ള കാര്യമില്ല. അതുപോലെ തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഇനി സ്റ്റെപ്സ് ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. CAനെ കൊണ്ടല്ലേ പറ്റുള്ളൂ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അത്ര സിമ്പിൾ ആണ് കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും ആദ്യം രജിസ്റ്ററിൽ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ലോഗിൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ്, ഇത് എന്റെ അക്കൗണ്ട് അല്ല. കാരണം എന്താ, ഞാൻ ഫയൽ ചെയ്യേണ്ടത് ITR3 ആണ്. എന്റെ ആക്ടിവിറ്റീസ് വെച്ചിട്ട് ITR3 ആണ് ഫയൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് എനിക്ക് പരിചയമുള്ള ഒരാളുടെ ITR1 ഫയൽ ചെയ്യുന്ന പരിചയമുള്ള ഒരാളുടെ അക്കൗണ്ട് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പാൻ കാർഡ് കൊടുത്തിട്ടും അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടും ഞാൻ ലോഗിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ദാ ലോഗിനായി മെയിൻ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്, ആദ്യം തന്നെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ITR ഫയൽ ചെയ്യുന്ന പ്രോസസ്സ് കാണിച്ചു തരുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ 2 ഡോക്യുമെന്റ്സ് ഇല്ലേ, ഫോം 26AS-ഉം AIS-ഉം, ഇത് രണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുക ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്, ഈ ഒരു പോർട്ടലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഫയലിൽ പോയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസിലേക്ക് പോയിട്ട് വ്യൂ ഫോം 26AS-ൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു പോർട്ടൽ ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ഐ എഗ്രി കൊടുക്കാം, പ്രൊസീഡിലേക്ക്. അതിനുശേഷം ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫോം 26AS ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആദ്യം അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യണം. അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യേണ്ടത് 2025-26 ആണ്. ഇവിടെ ഒരു കാര്യം പഠിക്കാനുള്ളത്, നമ്മൾ ഏത് വർഷത്തെ ഏത് ഫൈനാൻഷ്യൽ ഇയറിലേക്കാണോ ടാക്സ് ഫയൽ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ ഇയർ 24-25 എന്ന ഫൈനാൻഷ്യൽ ഇയറിന്റെയാണ് ടാക്സ് ഫയൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അതിന്റെ അസസ്മെന്റ് ഇയർ
2025-26 ആയിരിക്കും. അപ്പോൾ ഇവിടെ അസസ്മെന്റ് ഇയർ 2025-26 സെലക്ട് ചെയ്തു. അതിനുശേഷം വ്യൂ ആസിൽ HTML സെലക്ട് ചെയ്യുക. അതിനുശേഷം വ്യൂ ഓർ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ആസ് PDF ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഫോം 26AS ഡൗൺലോഡ് ആകും. അത് ഓപ്പൺ ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആരൊക്കെ നമുക്ക് എത്ര പൈസ തന്നിട്ടുണ്ട്, ആരൊക്കെ നമ്മുടെ പേരിൽ TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി പ്രീഫിലായിട്ട് ആ ഒരു ഡോക്യുമെന്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി തിരിച്ച് നമ്മുടെ മെയിൻ ഇൻകം ടാക്സിന്റെ പോർട്ടലിലേക്ക് വരികയാണെങ്കിൽ AIS ഡൗൺലോഡ് ചെയ്യാനായിട്ട് മുകളിൽ തന്നെ AIS എന്നുള്ള ഈ ഒരു ടാബ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേജിലേക്ക് കൊണ്ടുവരും. ഇവിടെ ഡൗൺലോഡ് AIS എന്നുള്ള ഈ ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിൽ ആദ്യം തന്നെ AIS PDF എന്നുള്ളൊരു സംഭവമുണ്ട്. ഇവിടെ നമ്മൾ ഡൗൺലോഡ് ഞെക്കുകയാണെങ്കിൽ AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ആകും. അതും ഇവിടെ ഡൗൺലോഡ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ഒരു PDF പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ പാൻ നമ്പർ ഫുൾ ലോവർ കേസിലും അതിനുശേഷം നമ്മുടെ ബർത്ത് ഡേറ്റ് എൻറ്റയർ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും പാസ്വേഡ്. അത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ AIS ഓപ്പൺ ആയി കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഏറെക്കുറെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസും AISൽ ഓൾറെഡി പ്രീഫിലായി വന്നിട്ടുണ്ടാകും. നിങ്ങൾ ഒന്നും ചെയ്തില്ല എങ്കിൽ സ്വയം ഈ പോർട്ടലിൽ വന്നിട്ട് സ്വന്തം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫോം 26AS AIS ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കിയേ. നിങ്ങൾ പോലും അറിയാത്ത ചിന്തിക്കാത്ത ഇൻഫർമേഷൻ ഓൾറെഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തി അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. ഏതൊക്കെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അതിൽ ഓരോന്നിലും എത്ര ഇൻട്രസ്റ്റ് ജനറേറ്റ് ആയി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിൽസും വളരെ വിശദമായിട്ട് തന്നെ AISൽ വന്നിട്ടുണ്ടാകും. അപ്പൊ അതും കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ തിരിച്ച് നമ്മുടെ മെയിൻ ഹോം പേജിലേക്ക് വരികയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ITR ഫയൽ ചെയ്യാൻ പോകുന്നത്. ഹോം പേജിൽ തന്നെ ITR ഫയൽ ചെയ്യാനുള്ള സെറ്റപ്പ് കാണിക്കും. ഇനി അതല്ല എങ്കിൽ ഈ ഫയലിൽ പോയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസിൽ പോയിട്ട് ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ITRൽ ക്ലിക്ക് ചെയ്താലും നമ്മൾ ഈ ഒരു പേജിലേക്ക് തന്നെയാണ് വരിക. അപ്പൊ നമുക്ക് ഇനി പരിപാടി തുടങ്ങാലോ. ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ച് കണ്ടാൽ മതി. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ പഠിച്ചതുപോലെ 2025-26 അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്യേണ്ടത് ഫൈനാൻഷ്യൽ ഇയർ 24-25 ടാക്സ് ഫയലിംഗിന് വേണ്ടിയിട്ട്. സെലക്ട് മോഡ് ഓഫ് ഫയലിംഗ് ഓൺലൈൻ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഓൾറെഡി ഇത് നിങ്ങളെ ചെയ്ത് കാണിക്കുന്നതിന് മുൻപ് ഞാൻ ഓൾറെഡി ഒരു സാമ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് റെസ്യൂം ഫയലിംഗ് എന്ന് പറയുന്നത്. അത് തൽക്കാലം ഇഗ്നോർ ചെയ്തോളൂ, അത് നോക്കേണ്ട ആവശ്യം തന്നെയില്ല. നമുക്ക് ടു ഫയൽ എ ഫ്രഷ് ഇൻകം ടാക്സ് റിട്ടേൺ അതായിരിക്കും നിങ്ങൾ ചെയ്യാൻ വരുമ്പോൾ അത് മാത്രം കാണിക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചോദിക്കുന്നു നിങ്ങൾ ആരാണ്, നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണോ, HUF ആണോ, അതേഴ്സ് ആണോ എന്ന് ചോദിക്കുന്നു. ഇൻഡിവിജ്വൽ ആണല്ലോ, നിങ്ങൾ എല്ലാവരും തന്നെ ഇൻഡിവിജ്വൽ ആയിരിക്കും മോസ്റ്റ്ലി ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്താ ചോദിക്കുന്നതെന്ന് ചോദിച്ചേ, ഏത് ITR ഫോം ആണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. ഭാഗ്യം, നമ്മൾ ഈ വീഡിയോ കണ്ടതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡ്രോപ്പ് ഡൗണിൽ ചെന്നിട്ട് ഏത് ITR ഫോം ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ITR 1 എങ്ങനെ ഈസി ആയിട്ട് ഫയൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ITR 1 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൊസീഡ് വിത്ത് ITR 1 സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു നോട്ടീസ് ഇവിടെ വന്നിട്ടുണ്ടല്ലോ. എന്താ പറയുന്നത്, പ്ലീസ് നോട്ട് ന്യൂ ടാക്സ് റെജീം ഇസ് ദ ഡിഫോൾട്ട് റെജീം. അതായത് ഓൾറെഡി നമ്മൾ ടാക്സ് ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ന്യൂ ടാക്സ് റെജീമാണ്. വേണമെങ്കിൽ നമുക്ക് പോയിട്ട് അത് ന്യൂവിൽ നിന്ന് ഓൾഡിലേക്ക് മാറ്റാം. അത് ഞാൻ കാണിച്ചു തരാം, പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തൽക്കാലം ഇതിനെ ഓക്കെ കൊടുത്തു വിടാം. അപ്പോൾ ഇവിടെ എന്താ ഈ ഒരു പേജിൽ ബേസിക്കലി കാണിക്കുന്നത് ഇതിന്റെ സ്റ്റെപ്പുകളാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ വാലിഡേറ്റ് യുവർ റിട്ടേൺസ് ബ്രേക്കപ്പ്, അത് പ്രീഫിലായി വന്നിട്ടുണ്ട് എന്നും പറയുന്നു. എത്ര മനോഹരമല്ലേ, ടെക്നോളജി ഇത്ര അഡ്വാൻസ് ആയതുകൊണ്ട് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പ്രീഫിലായി തന്നെ ഇവിടെ കിട്ടും. കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യേണ്ടതേ ഉള്ളൂ. രണ്ടെന്താ, കൺഫേം യുവർ റിട്ടേൺ സമ്മറി. മൂന്നാമത് എന്താ, വെരിഫൈ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ. ഇതാണ് പ്രോസസ്, വളരെ സിമ്പിൾ ആണ്. ബട്ടൺ പറയുന്നത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇല്ലേ. അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ ഇവർ ചോദിക്കുന്ന, ആർ യു ഫില്ലിംഗ് ദ ഇൻകം ടാക്സ് റിട്ടേൺ ഫോർ എനി ഓഫ് ദ ഫോളോയിങ് റീസൺസ് എന്നാണ്. ഇതിൽ ആദ്യത്തെ റീസൺ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക, അത് ടാക്സബിൾ ഇൻകം ഈസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ്. അതായത് ഈ പറയുന്ന 3 ലക്ഷം രൂപയുടെ മുകളിൽ എന്നുള്ള ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ മുകളിൽ നിങ്ങളുടെ ഇൻകം വന്നു എന്നുള്ള റീസൺ ആണ് എങ്കിൽ ആ റീസൺ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അതൊന്നുമല്ല, ഈ റീസൺസിൽ ഒന്നും നിങ്ങൾ പെടുന്നില്ല എങ്കിൽ പോലും ഒരു നിൽ റിട്ടേൺ ഫയൽ ചെയ്യാനാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് അതേഴ്സ് സെലക്ട് ചെയ്യാം. പക്ഷെ ഇവിടെയും എനിക്ക് ഉറപ്പുണ്ട് 99% ആൾക്കാരും ആദ്യത്തെ കേസിലായിരിക്കും പെടുക. 3 ലക്ഷത്തിനേക്കാൾ കൂടുതൽ ഇൻകം ഉള്ളു എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ITR ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, എന്നിട്ട് കണ്ടിന്യൂ അടിക്കാം. അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഒരു നോട്ടീസ് കാണിക്കുന്നത് എന്താണ്, കുറേയൊക്കെ സാധനങ്ങൾ ഇവിടെ പ്രീഫിൽ ചെയ്ത് വന്നിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇതിനെ വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. അതെന്താ ഇവർ പറയുന്നത്, പ്ലീസ് വെരിഫൈ ദ പ്രീഫിൽഡ് ഡേറ്റ വിത്ത് യോർ റെക്കോർഡ്സ്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കുന്ന റെക്കോർഡ്സുമായിട്ടും നിങ്ങളുടെ AIS ആയിട്ടും ഒക്കെ നിങ്ങൾ തന്നെ വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തണം എന്നുള്ളൊരു നോട്ടീസ് ഇവർ കാണിക്കുന്നുണ്ട്. ശരിയാണല്ലോ, കാരണം നമ്മുടെ ഡീറ്റെയിൽസ് ഏറ്റവും കൂടുതൽ അറിയുന്നത് നമുക്കാണ്. ഇവർ പ്രീഫിൽ ചെയ്ത് നമ്മളെ സഹായിക്കാനാണ്. പക്ഷെ നമ്മുടെ പണിയാണ് വന്നിട്ട് ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കലും ശരിയാക്കലും.
അല്ലാതെ നാളെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഇവർ പ്രീഫിൽ ചെയ്തതിൽ തെറ്റാണെന്നൊന്നും പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ 1 2 3 4 5 അല്ലെ, ഈ 5 സ്റ്റെപ്സ് 1 by 1 ആണ്. 1 by 1 ആയിട്ട് ചെയ്തു പോയാൽ മതി. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴേ അടുത്ത സ്റ്റെപ്പ് അൺലോക്ക് ആവുള്ളൂ. കാണുന്നുണ്ടല്ലോ, ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മളൊന്ന് കൺഫേം ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ അഗൈൻ കുറെ കാര്യങ്ങൾ ഇവിടെ ബ്ലർഡ് ആയിരിക്കും. അഗൈൻ പരിചയമുള്ള ഒരാളുടെയാണ്, അപ്പൊ അയാളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ബേസിക് പേഴ്സണൽ ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാം ഇവിടെ ഉണ്ട്. നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്. ഈ ഡ്രോപ്പ് ഡൗണിൽ വന്നിട്ട് പൊതുവേ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ, ഒരു പ്രൈവറ്റ് ജോലിയാണ് നിങ്ങൾക്ക് ഉണ്ടത് എങ്കിൽ നിങ്ങൾ അതേഴ്സ് തന്നെ സെലക്ട് ചെയ്താൽ മതി. പിന്നീട് താഴേക്ക് വരികയാണെങ്കിൽ ഫയലിംഗ് സെക്ഷൻ എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ സെപ്റ്റംബർ 15 അല്ലെങ്കിൽ ഏതൊരു വർഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിലും അതേ വർഷത്തെ ഫയലിംഗിന്റെ ഡെഡ് ലൈനിന് മുന്നാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഈ ആദ്യത്തെ 139(1) നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. ഇനി അതല്ല, പിന്നീട് ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിലാണ് നിങ്ങൾ മറ്റ് പല ഓപ്ഷൻസിലേക്കും പോകേണ്ടത്. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് ഒക്കെ കിട്ടിയിട്ട് ആ നോട്ടീസിന് എഗൻസ്റ്റ് ആണ് നിങ്ങൾ ഫയൽ ചെയ്യുന്നതെങ്കിലാണ് ഈ ഓപ്ഷനിലേക്ക് പോകേണ്ടത്. അപ്പൊ അതൊന്നും പോകേണ്ട ആവശ്യമില്ല. സമയാസമയത്ത് കൃത്യമായി ഫോം 1 ഫില്ല് ചെയ്യാൻ വരുന്നവര് ഈ ആദ്യത്തെ ഓപ്ഷനിൽ 139(1) സെലക്ട് ചെയ്താൽ മതി. ഇവിടെയാണ് അടുത്ത സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എന്താ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഓൾഡ് റെജീം വേണോ ന്യൂ റെജീം വേണോ എന്നുള്ളത് ചോദിക്കുന്നത് ഇവിടെയാണ്. ഈ നോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ ഇവിടെ യെസ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾഡ് ടാക്സ് റെജീം വേണം എന്നുള്ളതാണ് അർത്ഥം. അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വർഷവും മുന്നിലേക്കുള്ള വർഷത്തിലും എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരും ന്യൂ ടാക്സ് റെജീം തന്നെയായിരിക്കും ചൂസ് ചെയ്യുക. അത് തന്നെയായിരിക്കും ഒരു ടാക്സിന്റെ വ്യൂ പോയിന്റിൽ ബെനിഫിറ്റ് ആയിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അതെല്ലാം സെലക്ട് ചെയ്തതിനു ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൂടി കണക്ട് ചെയ്ത് വെക്കണം. നമ്മൾക്ക് എന്തെങ്കിലും റീഫണ്ട് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ റീഫണ്ട് തുക വരുന്നത് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പൊ ഓൾറെഡി ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഇവിടെ ആഡ് എന്നുള്ള ബട്ടൺ ഉണ്ടാകും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കൂടി ഈ ഒരു ഇൻകം ടാക്സിന്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ ആഡ് ചെയ്ത് വെക്കുക. ഇവിടെ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്യാം. കൺഫേം ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ കൺഫേംഡ് എന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. അഗൈൻ നമ്മുടെ ജോബാണ് ഇതെല്ലാം നോക്കി വെരിഫൈ ചെയ്ത് കൺഫേം ചെയ്ത്. അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? സ്റ്റെപ്പ് 2 ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 2 എന്താണ്? നമ്മുടെ ഇൻകം റിപ്പോർട്ട് ചെയ്യലാണ്. നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം റിപ്പോർട്ട് ചെയ്യലാണ്. ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഗ്രോസ് സാലറി കാണിക്കുന്നുണ്ട്, പിന്നീട് നെറ്റ് സാലറി കാണിക്കുന്നുണ്ട്, ഡിഡക്ഷൻ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ കഴിഞ്ഞിട്ട് ഇൻകം ചാർജബിൾ അണ്ടർ ദ ഹെഡ് സാലറി എത്രയാണെന്ന് കാണിക്കുന്നു. അത് ഈ ഒരു വ്യക്തിക്ക് എത്രയാണെന്ന് നമുക്ക് ഇവിടെ ഓൾറെഡി കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഈ വ്യക്തി ഇത് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് അറിയാം ഇയാൾക്ക് കിട്ടുന്ന സാലറി ഇത് തന്നെയാണോ എന്നുള്ളത്. പ്രീഫിൽ ചെയ്ത് വന്ന ഡേറ്റ ആണല്ലോ. അപ്പോൾ ഫോം 16 നോക്കിയിട്ടും ഫോം 26AS നോക്കിയിട്ടും AIS ഒക്കെ നോക്കിയിട്ടും പിന്നെ സ്വയം അറിയുന്നതൊക്കെ വെച്ചിട്ട് പേ സ്ലിപ്പ് ഒക്കെ വെച്ചിട്ട് സ്വയം അറിയാലോ എത്ര സാലറിയാണ് കിട്ടുന്നതെന്ന്. അതൊക്കെ വെച്ചിട്ട് ഇവിടെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട് എങ്കിൽ ഈ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അകത്ത് പോയിട്ട് ആ ചേഞ്ചസ് ഉണ്ടാക്കുക. ഇവിടെ ഓരോ ഫീൽഡും ഇപ്പോൾ എഡിറ്റബിൾ ആയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചേഞ്ചസും വരുത്താം. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ ആ ചേഞ്ച് വരുത്തിയ എമൗണ്ട് ഇവിടെ റിഫ്ലക്ട് ആകും. അങ്ങനെ താഴേക്ക് വരികയാണെങ്കിൽ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം എന്താ കാണുന്നത്? ഈ ഒരാളുടെ അക്കൗണ്ടിൽ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ഓൾറെഡി ചെറിയൊരു എമൗണ്ട് വന്നു എന്നുള്ളത് പ്രീഫിലായി വരുന്നുണ്ട്. അപ്പൊ ഇയാൾക്ക് അറിയാം അത് വന്നിട്ടുണ്ട് എന്നുള്ളത്. മോസ്റ്റ്ലി ഫോം 26AS TAS നോക്കിയാൽ മനസ്സിലാവുകയും ചെയ്യും ഇത് എന്ത് ഇൻകം ആണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, മറ്റേതെങ്കിലും ഇൻകം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഫ്രീലാൻസിങ് വഴി എവിടെയെങ്കിലും ചെറുതായിട്ട് കിട്ടിയതോ വേറെ എന്തെങ്കിലും ഒരു പണി ആർക്കോ ചെയ്തെടുത്തപ്പോൾ ചെറിയൊരു ഇൻകം കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇൻകം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇവിടെ ആഡ് അനദറിൽ പോയിട്ട് ആ ഇൻകത്തിന്റെ നേച്ചർ സെലക്ട് ചെയ്തിട്ട് എന്താണോ നേച്ചർ എന്ന് സെലക്ട് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ മാനുവലി എൻ്റർ ചെയ്യാനും ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരാളുടെ കേസിൽ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അല്ല എങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാനുവലി ആഡ് ചെയ്യേണ്ട ഇൻകങ്ങളും ഇവിടെ വന്നിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ താഴേക്ക് വരുമ്പോൾ എല്ലാ ഇൻകവും ആഡ് ചെയ്ത് കഴിയുമ്പോൾ താഴേക്ക് വേറെയും പലതുമെല്ലാം കാണുന്നുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് കാണുന്നുണ്ട്. അപ്പൊ അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബ്രോക്കറിന്റെ ടെർമിനൽ പോയിട്ട് അത് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും വന്നിട്ട് അതും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഇയാളുടെ കേസിൽ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്തായി? നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകവും അവിടെ കൺഫേം ആയി. അടുത്ത സ്റ്റെപ്പ് അൺലോക്ക് ആയി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ടോട്ടൽ ഡിഡക്ഷൻസ് ആണ്. അപ്പൊ ഈ ടോട്ടൽ ഡിഡക്ഷൻസിന് അകത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ ന്യൂ ടാക്സ് റെജീം സെലക്ട് ചെയ്തതുകൊണ്ട് ന്യൂ ടാക്സ് റെജീമിന്റെ കീഴിൽ
നമുക്ക് ആപ്ലിക്കബിൾ ആയ ഡിഡക്ഷൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ഇതല്ല, ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീമാണ് സെലക്ട് ചെയ്തത് എങ്കിൽ അവിടെ അതിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ടായേനെ. 80C പ്രകാരം 80D പ്രകാരം അങ്ങനെ എന്തൊക്കെ ഡിഡക്ഷൻസ് പോസിബിൾ ആണോ അതിന്റെ എല്ലാം പ്രൂഫ് കാണിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ വന്നേനെ. ഞാൻ വേണമെങ്കിൽ അവസാനം കാണിച്ചു തരാം. ഇവിടെ ന്യൂ ടാക്സ് റെജീം ആയതുകൊണ്ട് അതിന്റെ കീഴിൽ പോസിബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ എംപ്ലോയർ നമ്മുടെ പെൻഷൻ സ്കീമിലേക്ക് NPS കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് ന്യൂ ടാക്സ് റെജീമിന്റെ കീഴിലും ഡിഡക്റ്റബിൾ ആണ്. അതിനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ അത് നിങ്ങളുടെ എംപ്ലോയർ ചെയ്യുന്നുണ്ടെങ്കിൽ എഡിറ്റിൽ വന്നിട്ട് അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ സാധിക്കുന്നതാണ്. അഗ്നിപത്ത് എന്നൊരു സ്കീം ഉണ്ട്. വിശദമായിട്ട് അറിയില്ല എങ്കിൽ അതിന്റെ ഡെപ്തിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. അതിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ എന്തൊക്കെ ഡിഡക്ഷൻ എലിജിബിൾ ആണോ, അഗൈൻ ന്യൂ ടാക്സ് റെജീമിന്റെ കീഴിൽ മോസ്റ്റ്ലി ആർക്കും ഒന്നും ഉണ്ടാകില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ വന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കാം. അപ്പൊ അതും കൂടി കഴിയുമ്പോൾ അടുത്ത നമ്മുടെ സെക്ഷൻ ഓപ്പൺ ആയി. അത് ടാക്സ് പെയ്ഡ് ആണ്. ടാക്സ് പെയ്ഡ് ആണ്, അതായത് നമ്മുടെ പേരിൽ TDS ഡിഡക്റ്റ് ആയിട്ട് ഓൾറെഡി പേ ചെയ്ത് വെച്ചിരിക്കുന്ന ടാക്സിന്റെ കണക്കാണ്. അപ്പോൾ എന്താ ആദ്യത്തെ ഷെഡ്യൂൾ TDS 1 എന്താണ്? ഡീറ്റെയിൽസ് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഫ്രം സാലറി. അപ്പൊ ഇയാളുടെ കേസിൽ എന്ത് കാണാൻ പറ്റുന്നു? 9.5 ലക്ഷത്തോളം സാലറി കിട്ടിയപ്പോൾ 40,421 രൂപ എംപ്ലോയർ ഓൾറെഡി ഇയാളുടെ പേരിൽ TDS ഡിഡക്ട് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി പ്രീഫിലായി വന്നിട്ടുണ്ട്. എത്ര മനോഹരം അല്ലേ? അതുപോലെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇയാൾക്ക് മറ്റൊരു ഇൻകം കൂടി ഉണ്ടെന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ? മറ്റൊരു ഇൻകം കൂടി 787 രൂപയുടെ മറ്റൊരു ചെറിയ ഇൻകം വേറെ എവിടെ നിന്ന് വന്നപ്പോൾ അതിന്റെ പേരിൽ 39 രൂപ ആ പാർട്ടി TDS ഡിഡക്ട് ചെയ്ത് പേ ചെയ്ത് വെച്ചു എന്നുള്ളതിന്റെ പ്രൂഫും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും TDS നിങ്ങളുടെ പേരിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി TDS എല്ലാം ഓട്ടോമാറ്റിക്കലി പ്രീഫിലായി വരും. എന്നാലും എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ പേരിൽ ടാക്സ് ഓൾറെഡി പേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ചിലർക്ക് വേണമെങ്കിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്ത് വെക്കാം. സ്വയമായിട്ട് പോർട്ടലിൽ വന്നിട്ട് സ്വന്തം പേരിൽ ടാക്സ് പേ ചെയ്ത് വെക്കാം. അങ്ങനെ നിങ്ങൾ ടാക്സ് പേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൂഫും ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക. ഇയാളുടെ കേസിൽ അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അഗെയിൻ 99% നിങ്ങൾ ITR ഫോം 1 ഫില്ല് ചെയ്യാൻ പോകുന്നവർ നിങ്ങൾ സ്വയം ടാക്സ് ഒന്നും പേ ചെയ്ത് വെക്കുന്നുണ്ടാകില്ല. അപ്പൊ ഇവിടെയും ഒന്നും ആഡ് ചെയ്യണം എന്നുണ്ടാകില്ല. അതിനുശേഷം വന്നിട്ട് കൺഫേം കൊടുക്കാം. അപ്പൊ എന്തായി? ലാസ്റ്റ് സ്റ്റെപ്പ് അൺലോക്ക് ആയി. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ്. അപ്പൊ ഈ ഒരു പേജിൽ എന്താ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് കാണിക്കുന്നുണ്ട്. ആ ടോട്ടൽ ഇൻകത്തിന്റെ പുറത്ത് ഏതൊക്കെ രീതിയിലാണ് ടാക്സ് ആപ്ലിക്കബിൾ ആകുന്നത്, ടാക്സിന്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. റിബേറ്റ് അണ്ടർ ഒരു സെക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ടാക്സ് പേയബിൾ ആഫ്റ്റർ റിബേറ്റ് പറയുന്നുണ്ട്. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് വരുന്നത്, അതിന് ടോട്ടൽ സെസ് എത്രയാണ് വരുന്നത്, അങ്ങനെയുള്ള എല്ലാ കാൽക്കുലേഷനും കൂട്ടിയിട്ട് ടോട്ടൽ ഈ ഒരു വ്യക്തിക്ക് ഇത്രയും ഇൻകം ഉണ്ടായപ്പോൾ, എത്ര ഇൻകം നേരത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്തല്ലോ, ഓരോ ഇൻകം ഡിക്ലെയർ ചെയ്തു. അപ്പൊ അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ആ ഇൻകം ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ആ ഇൻകത്തിന്റെ പുറത്ത് ഇയാൾ സെലക്ട് ചെയ്ത ടാക്സ് റെജീം പ്രകാരം എത്ര ടാക്സ് ആണ് അടക്കേണ്ടത് എന്നുള്ള ഫൈനൽ തുക ഇവിടെ കാണിക്കും. ഈ ഒരു വ്യക്തിക്ക് ഇവിടെ വരുന്നത് അത് 40,512 രൂപയാണ്. ഏറ്റവും താഴേക്ക് വന്നാൽ എന്താ? ടോട്ടൽ ടാക്സ് ഫീ ആൻഡ് ഇൻട്രസ്റ്റ് വരുന്നത് 40,512 രൂപയാണ്. നമുക്ക് കൺഫേം അടിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയ സ്ഥിതിക്ക് നമ്മൾ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. എല്ലാ ഡീറ്റെയിൽസും വിശദമായിട്ട് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്ന് സെക്ഷൻ എയിൽ വരുന്നു. സെക്ഷൻ ബിയിൽ എന്താ നമ്മൾ എന്തൊക്കെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടോ അതെല്ലാം വരുന്നു. അപ്പൊ ടോട്ടൽ ടാക്സബിൾ ഇൻകം എത്രയാണെന്ന് വിശദമായിട്ട് വരുന്നു. അതിനുശേഷം വരുന്ന സെക്ഷൻ കാൽക്കുലേഷൻ ഓഫ് ടാക്സ് പേയബിൾ ആണ്. അപ്പൊ ഇത്രയും ഇൻകം ഉള്ള ഒരു വ്യക്തിക്ക് എത്ര ടാക്സ് വേണമെന്ന് പറയുന്നു? 40,512 രൂപ. അപ്പോൾ 40,512 രൂപയാണ് ടാക്സ് കൊടുക്കേണ്ടത്. അടുത്ത സെക്ഷൻ എന്താ? ടോട്ടൽ ടാക്സ് പെയ്ഡ്. ഓൾറെഡി എത്ര ടാക്സ് പേ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഒരാൾ ഓൾറെഡി 40,460 രൂപ കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? ഇയാളുടെ എംപ്ലോയറും മറ്റൊരു പാർട്ടിയും ഓൾറെഡി TDS എന്ന രൂപേണ ഇയാളുടെ പേരിൽ 40,460 രൂപ ഓൾറെഡി ടാക്സ് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ കാൽക്കുലേഷൻ എന്ത് വന്നു? ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 40,512 രൂപ. ടോട്ടൽ ടാക്സ് പെയ്ഡ് ഓൾറെഡി 40,460 രൂപയുണ്ട്. അപ്പൊ ടോട്ടൽ എമൗണ്ട് പേയബിൾ എത്രയാണ്? 50 രൂപ. അപ്പൊ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 50 രൂപ കൂടി ഇത് ഈ ITR ഫയൽ ചെയ്തതിന് ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടക്കേണ്ടതുണ്ട്. ഓക്കെ ആണേ? അപ്പൊ ഈ ഫൈനൽ പേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വളരെ വ്യക്തമായി നോക്കി വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് താഴെ പോയിട്ട് പേ നൗ ക്ലിക്ക് ചെയ്യാം. യു ആർ ബീങ് റീഡയറക്റ്റഡ് ടു ഈ പേ ടാക്സ് സർവീസ് ഫോർ പേയ്മെന്റ് ഓഫ് ടാക്സ്. അങ്ങനെ കണ്ടിന്യൂ അടിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് പേയ്മെന്റ് നടത്താൻ സാധിക്കും. ഇതെല്ലാം ഓൾറെഡി ഫില്ലായി വന്നിട്ടുണ്ട്. കാരണം എന്താ? നമ്മുടെ ടാക്സ് ഫയലിംഗിൽ നിന്ന് എല്ലാ ഡേറ്റയും ഇവിടേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ അടിക്കുക. 50 രൂപയാണ് ടാക്സ് 50 രൂപയാണ് അടക്കേണ്ടത് എന്നുള്ളതും ഇവിടെ പ്രീഫിലായി വന്നിട്ടുണ്ട്. അവിടെയും കണ്ടിന്യൂ നെക്കുക. ഇനി എന്ത് പേയ്മെന്റ് മോഡ് സെലക്ട് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പേയ്മെന്റ് മോഡ് എന്താണെങ്കിലും നെറ്റ് ബാങ്കിങ് ഉണ്ട്, ഡെബിറ്റ് കാർഡ് ഉണ്ട്, RTGS ഉണ്ട്, UPIയും ക്രെഡിറ്റ് കാർഡും ഉണ്ട്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ബാങ്ക് സെലക്ട് ചെയ്യാം, കണ്ടിന്യൂ അടിക്കാം. നോർമൽ ഏതൊരു കാര്യത്തിനും നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത് പോലെ പേയ്മെന്റ് നടത്താം. എന്ത് മനസ്സിലായി?
നമ്മൾ ഈ പോർട്ടലിൽ വന്നു, ITR നമ്മൾ ഫയൽ ചെയ്തു, ഒരു പറയുന്ന പ്രോസസ്സ് പ്രകാരം എല്ലാം ഇട്ട് കൊടുത്തപ്പോൾ ITR ഫയൽ ചെയ്തു. അങ്ങോട്ട് ടാക്സ് കൊടുക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ടാക്സ് ഫയലിംഗിലേക്ക് പോയി. ഇനി അതല്ല, റീഫണ്ട് ആണ് കിട്ടാനുണ്ടെങ്കിൽ അതും കാണിച്ചേനെ, ലാസ്റ്റ് പേജിൽ കാണിച്ചേനെ. അടക്കാനുണ്ടായിരുന്ന ടാക്സ് 50,000, എന്നാൽ നിങ്ങൾ ഓൾറെഡി 60,000 രൂപ ടാക്സ് അടച്ചിട്ടുണ്ട്, എന്നാൽ 10,000 രൂപയാണ് റീഫണ്ട്. നിങ്ങളെല്ലാം ഓക്കെ വെരിഫൈ അക്സെപ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുകയാണെങ്കിൽ ആ തിരിച്ച് 10,000 രൂപ റീഫണ്ട് ചെയ്യാനുള്ള പ്രോസസ്സും തുടങ്ങും. അപ്പോൾ ഇവിടെ പേയ്മെന്റ് ചെയ്തതിന് ശേഷമുള്ള സ്ക്രീൻ ഇങ്ങനെ ആയിരിക്കും. എല്ലാ പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് പറയുന്നു, എല്ലാ വിശദമായ വിവരങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഈ പേയ്മെന്റിന്റെ ചെല്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ ടാക്സ് പേയ്മെന്റ് കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഈ ഒരു ഫയലിംഗിന്റെ പേജിലേക്ക് വരികയാണെങ്കിൽ വെറുതെ പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുത്തിട്ട് തിരിച്ചു പോയാൽ പിന്നെയും പേയ്മെന്റ് ചോദിക്കും. അപ്പൊ ഈ പേയ്മെന്റ് ചോദിക്കുന്നത് സോൾവ് ചെയ്യാനായിട്ട്, കാരണം നമ്മൾ ഓൾറെഡി 50 രൂപ കൊടുക്കാനുള്ള കൊടുത്തല്ലോ, ബാക്ക് ടു സമ്മറി ക്ലിക്ക് ചെയ്ത് തിരിച്ചു ഇവിടെ വരിക, ഈ ടാക്സ് പെയ്ഡിലേക്ക് വരിക. കാരണം എന്താ, ആ 50 രൂപ നമ്മൾ ടാക്സ് കൊടുത്തല്ലോ, ആ ടാക്സ് ഇപ്പൊ അടച്ചു എന്നുള്ള വിവരം ഇവരെ അറിയിക്കണ്ടേ. അപ്പൊ നമ്മൾ തിരിച്ചു വന്നിട്ട് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്മെന്റിൽ വന്നിട്ട് ആ 50 രൂപ നമ്മൾ അടച്ചതിന്റെ പ്രൂഫ്, അതിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ വന്നിട്ട് ആഡ് അനദറിൽ ക്ലിക്ക് ചെയ്യണം. ഈ ആഡ് അനദറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. BSR കോഡ് ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട്, സീരിയൽ നമ്പർ ഓഫ് ചെല്ലാൻ ചോദിക്കുന്നുണ്ട്, ടാക്സ് പെയ്ഡ് ചോദിക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഡീറ്റെയിൽസ് എവിടെ കിട്ടും? നമ്മളിപ്പോൾ 50 രൂപ അടച്ചല്ലോ, ആ 50 രൂപ അടച്ചതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ ഈ ഫയലിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ പേ ടാക്സിൽ പോകണം, അതിനകത്ത് തന്നെ പേയ്മെന്റ് ഹിസ്റ്ററിയിലേക്ക് പോകണം. നമ്മളിപ്പോൾ അടച്ച ആ ഒരു പേയ്മെന്റിന്റെ ഹിസ്റ്ററി ഇവിടെയുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അവിടെ ആവശ്യപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഇവിടെയുണ്ട്. BSR കോഡ് ഉണ്ട്, ഡേറ്റ് ഉണ്ട്, ചെല്ലാൻ നമ്പർ ഉണ്ട്. അപ്പൊ ഈ ഡീറ്റെയിൽസ് ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് പോവുക. നമ്മള് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഫയൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ റെസ്യൂം ഫയലിംഗിൽ ക്ലിക്ക് ചെയ്യുക. റെസ്യൂം ഫയലിംഗിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടാക്സ് പെയ്ഡ് ലോഡിംഗ് ആണ്, അത് മാറിയിട്ടുണ്ട്. ടാക്സ് പെയ്ഡിൽ ക്ലിക്ക് ചെയ്തിട്ട് അവസാനം വന്നിട്ട് അഡ്വാൻസ് ടാക്സ് ആൻഡ് സെൽഫ് അസസ്മെന്റ് ടാക്സ് പേയ്മെന്റിൽ വന്നിട്ട് അതെല്ലാം ആഡ് ചെയ്യുക. അപ്പൊ അതിൽ കണ്ടത് പ്രകാരമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് സേവ് ചെയ്യുന്നു, താഴെ വന്നിട്ട് കൺഫേം ചെയ്യുകയാണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി ഡീറ്റെയിൽസ് ഒന്നുകൂടി നമ്മളിവിടെ വരണം. അതിനുശേഷം അത് ഒന്നുകൂടി കൺഫേം ചെയ്യണം, പ്രൊസീഡ് ടു വെരിഫിക്കേഷനിലേക്ക് പോകണം. അപ്പൊ ടോട്ടൽ ടാക്സ് എമൗണ്ട് പേയബിൾ എന്നുള്ളത് 0 ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോൾ ബട്ടൺ മാറിയിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ എന്നുള്ളതായി. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മുന്നിലേക്ക് പോകാം. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ. അഗൈൻ ഓർക്കണം, ടാക്സ് ഫയൽ ചെയ്യുന്ന സ്ഥലത്ത് അത് തീരുന്നില്ല, അല്ലെങ്കിൽ റീഫണ്ട് കിട്ടുമെന്ന് പറയുന്ന സ്ഥലത്തും തീരുന്നില്ല. നമുക്ക് ITR ഫയൽ ചെയ്യണ്ടേ, ആ പ്രോസസ്സ് ഇപ്പോഴും ബാക്കിയുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ITR ഫയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം ഇവിടെ ഒരു ടിക്ക് കൊടുക്കണം. പ്ലേസ് നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങൾ ഏത് സ്ഥലത്താണ് ഉള്ളത് ആ സ്ഥലത്തിന്റെ പേര് നമുക്ക് എഴുതാം. നിങ്ങൾ സ്വയം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു സംഭവങ്ങളൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊസീഡ് ടു വാലിഡേഷൻ കൊടുക്കാം. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് എറേഴ്സ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ എറർ എന്താണോ കാണുന്നത് ആ എറർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. വ്യക്തമായിട്ട് പറഞ്ഞു തരും എവിടെയാണ് എക്സാക്ട്ലി ഏതിന്റെ കീഴിലാണ് പ്രശ്നം എന്നുള്ളത് പറഞ്ഞു തരും. അപ്പൊ അതാത് സ്ഥലത്ത് ചെന്നിട്ട് ആ എറർ നമുക്ക് സോൾവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ആ പറഞ്ഞ എറർ എല്ലാം സോൾവ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേണിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ടിക്ക് കൊടുത്തു, പ്ലേസ് ആഡ് ചെയ്തു, പ്രൊസീഡ് ടു വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. വാലിഡേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞു. നോ എറർസ് വെർ ഫൗണ്ട്, എല്ലാം സെറ്റായി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യാം. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ വിശദമായ വിവരങ്ങളും ഇവിടെ ഉണ്ടാകും. എല്ലാം വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാം. അതിനുശേഷം പ്രൊസീഡ് ടു വാലിഡേഷനിൽ ക്ലിക്ക് ചെയ്യാം. വാലിഡേഷൻ സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൂടി ചെയ്യുകയാണെങ്കിലാണ് നമ്മുടെ പരിപാടി ഇവിടെ തീരുള്ളൂ. അതായത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. പലരും സ്കിപ്പ് ചെയ്യുന്ന സ്റ്റെപ്പ് ഇതാണ്. ഒരിക്കലും ഇടാൻ പാടില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ റിപ്പോർട്ട് കാർഡ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തയ്യാറാക്കി, അതിന് ടാക്സ് പേ ചെയ്തു. ഇനി നമ്മുടെ ഈ ഒരു റിപ്പോർട്ട് കാർഡ്, നമ്മുടെ ITR നമ്മൾ ഫയൽ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് 3 മെത്തേഡ് ഉണ്ട്. വെരിഫൈ നൗ ഉണ്ട്, വെരിഫൈ ലേറ്റർ ഉണ്ട്, വെരിഫൈ വയ ഫോം അയച്ച് കൊടുത്തിട്ട് വെരിഫൈ ചെയ്യുന്ന പഴയ കാലത്ത് ഒരു മെത്തേഡാണ്. അതുണ്ട്, അതൊന്നും നമുക്ക് വേണ്ട. ആര് ചെയ്യുന്നുണ്ടോ അത് റെക്കമെൻഡഡ്. ഇവരും പറയുന്നു വെരിഫൈ നൗ അപ്പൊ തന്നെ ചെയ്യുക. അപ്പൊ എല്ലാവരും വെരിഫൈ നൗ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഹൗ ഡു യു വോണ്ട് ടു വെരിഫൈ? നേരത്തെ പറഞ്ഞതുപോലെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരലാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതി. അപ്പൊ അത് സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. OTP വരുമെന്നുള്ളത് അവർ പറയുകയാണ്. ഐ അഗ്രി കൊടുക്കുന്നു, ജനറേറ്റ് ആധാർ OTP കൊടുക്കുന്നു. OTP ഫോണിലേക്ക് വന്നുകൊണ്ട് ഉണ്ടാകും. OTP വന്നതിന് ശേഷം ആ OTP ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ക്ലിക്ക് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. അങ്ങനെ സക്സസ്ഫുള്ളി നിങ്ങളുടെ ITR ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കണ്ടില്ലേ, അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. എനിക്കറിയാം നിങ്ങൾ കുറച്ചൊന്ന് ആദ്യം കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ആദ്യത്തെ വർഷം ചെയ്യുന്നതിൽ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ കുറച്ചൊന്ന് സമയം എടുത്തേക്കാം.
എന്നാൽ രണ്ടാമത്തെ വർഷമൊക്കെ ആകുമ്പോഴേക്കും ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 5 മിനിറ്റിൽ ഇത് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. പിന്നീട് ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഓൾഡ് റെജീം ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഓൾഡ് റെജീം അധികം ആൾക്കാരൊന്നും മുന്നിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നില്ല. ഇനി അതെല്ലാം നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ഉണ്ട്, പ്രൊഫഷൻ ഉണ്ട്, അങ്ങനെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ CA ആവശ്യമുണ്ടാകും. പക്ഷേ ഒരു സമൂഹത്തിൽ ഒരു ജനതയെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു സാലറി ഇൻകം വരുന്നു, പിന്നെ പൈസ കുറെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ കിടക്കുന്നുണ്ടാവും, അവിടെ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റ് ഇൻകം ഒക്കെ വരുന്നുണ്ടാകും. ഇങ്ങനെയുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രോസസ്സ് ഫോളോ ചെയ്താൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ, എല്ലാ വർഷവും സ്വയം ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ എല്ലാവർക്കും എല്ലാം വിശദമായി മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പലരും ഒരു തെറ്റിദ്ധാരണയിലാണ് ജീവിക്കുന്നത്. ആരൊക്കെ ITR ഫയൽ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അത് ഹെൽപ്പ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളടക്കം നിങ്ങളുടെ പരിചയക്കാരടക്കം കുറേയധികം ആൾക്കാർ ഈ വർഷം ITR ഫയൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അതാണ് നിയമപരമായി ശരിയായ കാര്യം. അപ്പൊ അങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മൾ കാണിച്ച ആ ട്യൂട്ടോറിയൽ ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ആ ട്യൂട്ടോറിയൽ പ്രകാരം ക്ഷമയോടുകൂടി സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ITR ഫയൽ ചെയ്യാം. ഇത് നിങ്ങൾ പഠിച്ച് നിങ്ങളൊരു എക്സ്പേർട്ടായി മാറിയാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കുമെല്ലാം നിങ്ങൾ തന്നെ ITR ഫയൽ ചെയ്തോളൂ. അതും ഒരു പവർ തന്നെയല്ലേ? അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇതുവരെ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. ഇൻഫാക്ട് നിങ്ങൾ ഫയൽ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സെപ്റ്റംബർ 15 വരെയല്ലേ സമയമുള്ളൂ. അതിനുള്ളിൽ കമന്റ് ബോക്സ് നമ്മൾ നോക്കിക്കോളാം. അതിനുള്ള ഉത്തരങ്ങൾ ഐദർ ഞാൻ തരും, എന്റെ ടീം മെമ്പേഴ്സ് തരും, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ തരും. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.